നടക്കാൻ ബുദ്ധിമുട്ടാണ്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനൊക്കെ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഉമ്മ ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളത്. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക, നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കും. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്, അല്ലാതെ എനിക്കറിയില്ല. അവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരുടെ എല്ലാ കാര്യങ്ങളും പറയാം. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം. അങ്ങനെയെങ്കിൽ എന്റെ മൂത്തോ ഇളയോ മരിച്ചോ, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കാം കേട്ടോ. ഓക്കെ.